നമസ്കാരം. അടുത്ത കാലത്തായി കേരളം തലകുനിച്ച് അപമാനം നേരിട്ട നിരവധി സംഭവങ്ങളുണ്ടായെങ്കിലും അതിൽ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് റാഗിംഗ് ആയിരുന്നു. മലയാളത്തിൽ ഉപദ്രവിക്കുക എന്നർത്ഥമുള്ള റാഗിംഗ് പരിഷ്കൃത ലോകത്തിന് ഭൂഷണമല്ലെന്ന് ആമുഖമായി പറയട്ടെ. റാഗിങ്ങിന് വിശാലമായ നിർവചനമാണുള്ളത്. അതായത് മുതിർന്ന കുട്ടികൾ തങ്ങൾക്ക് പിന്നാലെ ചേർന്ന ജൂനിയർ കുട്ടികളെ ശാരീരികമായോ മാനസികമായോ ഉപദ്രവിക്കുകയോ അവരിൽ ഭീതിയോ ആത്മവിശ്വാസക്കുറവോ ആവലാതിയോ വേവലാതിയോ ആകുലതയോ നാണക്കേടോ വരുത്തുന്ന രീതിയിൽ പെരുമാറുന്ന കാടൻ സമ്പ്രദായമാണ് റാഗിംഗ്. കലാലയങ്ങളിൽ ആഴത്തിൽ വേരൂന്നിയ ഈ നാശോന്മുഖ പ്രവണത ഗ്രൂപ്പ് വൈരങ്ങൾ, അധികാര പോരാട്ടങ്ങൾ, സമപ്രായക്കാരുടെ സമ്മർദ്ദം, അങ്ങേയറ്റം സന്ദർഭങ്ങളിൽ സാഡിസ്റ്റ് പ്രവണത, അതായത് പുണ്ണിൽ കുത്തി നോവിക്കും വിധമുള്ള ക്രിമിനൽ സ്വഭാവം എന്നിവയാണ് പ്രതിഫലിപ്പിക്കുന്നത്. റാഗിങ്ങിന് വിധേയപ്പെടുന്നവൻ ജീവിതം അവസാനിപ്പിക്കുകയോ ചെയ്യുന്നവൻ ഒടുവിൽ മാനസാന്തരപ്പെട്ട് ജീവിതാന്ത്യം വരെ യാന്ത്രികമായി ജീവിക്കുകയോ ചെയ്ത ധാരാളം അനുഭവങ്ങളുണ്ട്. ചോരത്തിളപ്പിൽ ഒരുപക്ഷെ ഇവർ രക്ഷപ്പെട്ടാലും മാനസികമായ വേട്ടയാടലിൽ നിന്നും സ്വയം കുറ്റപ്പെടുത്തലിൽ നിന്നും ഇത്തരക്കാർക്ക് മോചനമുണ്ടാകില്ല എന്ന യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തിക്കൊണ്ട് എപ്പോഴും ആവശ്യപ്പെടുന്നത് പോലെ നിങ്ങൾ വീഡിയോ മുഴുവൻ കാണണം, പങ്കുവയ്ക്കണം, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം. ചൂടാറ് മുമ്പ് നമുക്ക് ഈ ചൂടൻ വിഷയത്തെ ഒന്ന് അപഗ്രഥിക്കാം. തുടക്കക്കാരനോ അല്ലാത്തതോ ആയ ഏത് വിദ്യാർത്ഥിയോടും വാക്കുകൊണ്ടോ എഴുത്തുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഉള്ള മോശമായ ഇടപെടൽ എന്നാണ് UGC റാഗിങ്ങിനെ നിർവചിച്ചിട്ടുള്ളത്. എന്താണ് റാഗിങ്ങിന് പിന്നിലുള്ള മനഃശാസ്ത്രം? സത്യത്തിൽ ഈ റാഗിംഗ് അധികാരത്തിൻ്റെയും നിയന്ത്രണത്തിൻ്റെയും ഒരു ഉൽപ്പന്നമാണ്. ജൂനിയർമാരേക്കാൾ ശ്രേഷ്ഠതയും ആധിപത്യവും തങ്ങൾക്കാണെന്ന് സ്ഥാപിക്കാനാണ് റാഗിംഗ് ഒരു മാർഗമായി സീനിയേഴ്സ് ഉപയോഗിക്കുന്നത്. കലാലയങ്ങളിൽ നിലനിൽക്കുന്ന ശ്രേണീബദ്ധമായ, അതായത് ഹെയറാർക്കിയൽ സ്വഭാവമാണ് റാഗിങ്ങിൻ്റെ അടിസ്ഥാനം. മാത്രമല്ല, റാഗിംഗ് ചെയ്യുന്നവർ അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്നവർ ഒരുപക്ഷെ അവർ റാഗിങ്ങിന് വിധേയരായതുകൊണ്ടാകാം പിന്നാലെ വന്നവരെ അവരും റാഗ് ചെയ്യുന്നത്. റാഗിംഗ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ്. അതിലൊന്നാണ് ഗ്രൂപ്പ് ഡൈനാമിക്സ്. അതായത് മറ്റുള്ളവരെ ഒറ്റയ്ക്ക് റാഗ് ചെയ്യാൻ കഴിയാത്ത വ്യക്തികൾക്ക് ഗ്രൂപ്പ് ധൈര്യം പകർന്നു കൊടുക്കുന്നു. അതാണ് ഗ്രൂപ്പ് ഡൈനാമിക്സ്. ഇനി വേറൊരു കൂട്ടരുണ്ട്. താല്പര്യമില്ലെങ്കിലും അല്ലെങ്കിൽ അനുകൂലിക്കുന്നില്ലെങ്കിലും ഗ്രൂപ്പിൽ നിന്ന് പുറന്തള്ളുമെന്ന ഭയം കാരണം സമപ്രായക്കാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി റാഗിങ്ങിന് കൂട്ടുനിൽക്കുന്നവർ. സത്യത്തിൽ ഇവരാണ് ഒരുപക്ഷെ ഈ കാടൻ സമ്പ്രദായത്തിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നത്. പലപ്പോഴും സീനിയേഴ്സ് ജൂനിയേഴ്സിനെ തങ്ങളെപ്പോലുള്ള വ്യക്തികളായി കാണാതെ തമാശാ കഥാപാത്രങ്ങളെ കണ്ടുകൊണ്ട് അരുതാത്തതൊക്കെ ചെയ്യിക്കുന്നതിലൂടെയാണ് റാഗിംഗ് ആരംഭിക്കുന്നത്. സീനിയേഴ്സിൻ്റെ ഈ ആജ്ഞ ജൂനിയേഴ്സ് അനുസരിക്കാതിരിക്കുമ്പോഴോ നിഷേധിക്കുമ്പോഴോ കഠിനമായ മറ്റു പ്രവൃത്തികൾ ചെയ്യിക്കാൻ സീനിയേഴ്സിൻ്റെ ഈഗോ നിർബന്ധിതമാകുന്നു. റാഗിംഗ് സാഡിസമായി മാറുന്നതും അതുകൊണ്ടാണ്. റാഗിങ്ങിലെ ഏറ്റവും ഭീകരമായ ഒന്നാണ് സാഡിസ്റ്റിക് ഗ്രാറ്റിഫിക്കേഷൻ. അതായത് ചില വ്യക്തികൾ മറ്റുള്ളവർക്ക് ഭയമോ വിഷമമോ വേദനയോ അത് ശാരീരികമോ മാനസികമോ ആകാം, അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നു. ഇവരെയാണല്ലോ നമ്മൾ സാഡിസ്റ്റുകൾ എന്ന് വിളിക്കുന്നത്. റാഗിങ്ങിന് വിധേയമാകുന്നവൻ്റെ വേദന കൂടുന്നതിനനുസരിച്ച് ഇത്തരക്കാരുടെ ആനന്ദത്തിൻ്റെ ഗ്രാവിറ്റിയും കൂടും. റാഗിങ്ങിൽ ആനന്ദം കണ്ടെത്തുന്ന മറ്റൊരു കൂട്ടരുണ്ട്. അടിച്ചമർത്തപ്പെട്ട കോപം, സുഖകരമല്ലാത്ത മുൻകാല അനുഭവങ്ങൾ അല്ലെങ്കിൽ വ്യക്തിത്വ വൈകല്യങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്ന ഇവർ തങ്ങളുടെ പ്രയാസവും നീരസവും ദേഷ്യവുമൊക്കെ ഇറക്കി വയ്ക്കുന്നത് പാവം ജൂനിയേഴ്സിൻ്റെ ദേഹത്തായിരിക്കും. അവരും അപകടകാരികളാണ്. സമപ്രായക്കാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഇഷ്ടമില്ലെങ്കിൽ കൂടി റാഗിംഗ് പ്രവർത്തികളിൽ ഏർപ്പെടുന്ന പാവം ക്രൂരന്മാരും ഇക്കൂട്ടത്തിലുണ്ടെന്നുള്ളതാണ് തമാശ. തെമ്മാടിത്തരങ്ങളൊക്കെ കാട്ടിക്കൂട്ടിയിട്ടും പിന്നെയും റാഗിങ്ങിനെ ഇവർ ന്യായീകരിക്കുന്നതാണ് നമുക്ക് ഉൾക്കൊള്ളാനാവാത്തത്. റാഗിങ്ങോ അത് നിരുപദ്രവകരമായ വിനോദമല്ലേ? റാഗിങ്ങിലൂടെ ഞങ്ങൾ ജൂനിയർമാരെ ശക്തരാക്കുകയാണ്, ഞങ്ങൾ ഇതൊക്കെ അനുഭവിച്ചവരല്ലേ, ജൂനിയേഴ്സും അനുഭവിക്കട്ടെ എന്നൊക്കെയുള്ള വിദണ്ഡവാദങ്ങൾ നിരത്തി തങ്ങളുടെ ചെയ്തികളെ കുറ്റവാളികൾ സ്വയം ന്യായീകരിക്കുമ്പോൾ സത്യത്തിൽ ഇവരെ ഉപദേശിക്കുന്നത് പോത്തിനോട് വേദമോതുന്നത് പോലെ എന്ന് തോന്നിപ്പോകും. എന്തായാലും റാഗിംഗ് അത് ഇരകളിൽ ഉണ്ടാക്കുന്ന മാനസികാഘാതം ചില്ലറയൊന്നുമല്ലെന്ന യാഥാർത്ഥ്യം അതിന് കാരണക്കാർ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഭയം, ഉത്കണ്ഠ, സമ്മർദ്ദം, നിസ്സഹായത, അപമാനം, ആത്മാഭിമാനം നഷ്ടപ്പെടൽ തുടങ്ങിയവയ്ക്കൊപ്പം ഉറക്കവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും വിശപ്പില്ലായ്മയും ഒക്കെയാണ് ഇരകൾ അനുഭവിക്കുന്ന ഹ്രസ്വകാല പ്രശ്നങ്ങൾ. ഇത് മെല്ലെ മെല്ലെ ലോങ് ടൈം ഇഫക്റ്റിലേക്ക്, അതായത് ദീർഘകാല പ്രശ്നങ്ങളിലേക്ക് കടക്കും. പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ, അതായത് ആവർത്തിച്ചുള്ള പേടി സ്വപ്നങ്ങൾ, ഫ്ലാഷ് ബാക്ക്, അതായത് പൂർവ്വദൃശ്യങ്ങൾ ഓർമ്മകളിലെത്തുക, വൈകാരികമായ മരവിപ്പ്, വിഷാദം എന്നീ അവസ്ഥകളിലേക്ക് ഇര എത്തിപ്പെടാം. മാത്രമല്ല ഇരകളിൽ ആത്മഹത്യാ ചിന്തകളും പ്രവണതകളും ഉണ്ടാകാം. റാഗിങ്ങിന് വിധേയപ്പെട്ടവർ അത്തരം പ്രവണത കാണിച്ചിട്ടുമുണ്ട്, ചെയ്തിട്ടുമുണ്ട്. സാമൂഹികമായ ഒറ്റപ്പെടൽ അല്ലെങ്കിൽ പിൻവലിയിലാണ് ഇരകൾക്കുണ്ടാകുന്ന മറ്റൊരു പ്രശ്നം. ഇതിനൊക്കെ പുറമെ അക്കാദമിക തകർച്ചയും ഉണ്ടാകും. ഭയവും സമ്മർദ്ദവും കാരണം അവൻ്റെ ഏകാഗ്രതയും ശ്രദ്ധയും നഷ്ടപ്പെട്ടാൽ പിന്നെ എങ്ങനെ അവന് പഠിക്കാനാകും? മാത്രമല്ല മറ്റു മേഖലയിലെ പ്രകടനങ്ങളെയും ദോഷകരമായി ബാധിക്കും. വളരെ പ്രതീക്ഷയോടെ കലാലയങ്ങളിലേക്ക് പറഞ്ഞയക്കുന്ന മക്കൾക്ക് ഇത്തരം ദുരന്തങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ
തകരുന്നത് വ്യക്തി മാത്രമല്ല, കുടുംബമാണ്, ഉറ്റവരാണ്, ഉടയവരാണ്, അച്ഛനമ്മമാരാണ് എന്ന കാര്യം കൂടി റാഗിംഗ് രംഗത്ത് വിരാജിക്കുന്നവരും അവർക്ക് മാനസിക ഐക്യം പ്രഖ്യാപിക്കുന്നവരും ഓർക്കുക. ഇരകൾക്കെന്ന പോലെ കുറ്റവാളികളും റാഗിങ്ങുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഇരകൾ തത്സമയം അനുഭവിക്കുമെങ്കിൽ കുറ്റക്കാർ അല്പം വൈകി അനുഭവിക്കുന്നു എന്നേ ഉള്ളൂ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, കുറ്റബോധം അത് വിടാതെ കുറ്റവാളികളെ പിന്തുടരും, ജീവിതാന്ത്യം വരെ വേട്ടയാടുകയും ചെയ്യും. ചില കുറ്റവാളികൾ സ്ഥിരം പ്രശ്നക്കാരായി മാറാനും സാധ്യതയുണ്ട്. റാഗിങ്ങുമായി ഏതെങ്കിലും ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരാണെങ്കിൽ അത് അയാളുടെ ഭാവി ജീവിതത്തെയും സാമൂഹ്യ നിലയെയും ദോഷകരമായി ബാധിക്കുമെന്ന് പറയണ്ടല്ലോ. എന്തായാലും ഇന്ന് ഹോസ്റ്റലുകളും കലാലയങ്ങളിൽ ചിലതെങ്കിലും റാഗിങ്ങിൻ്റെ ഭീതിയിലാണ്. റാഗ് ചെയ്യുന്നവർ ഒരു കാര്യം ഓർക്കുക, ഞാൻ ആരെയും റാഗ് ചെയ്തിട്ടില്ല, വെറുതെ പാട്ട് പാടിച്ചതേ ഉള്ളൂ എന്നൊന്നും പറഞ്ഞാൽ രക്ഷപ്പെടാൻ കഴിയില്ല. കാരണം ജൂനിയേഴ്സിനെ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യിച്ചാലും അത് അവർക്കിഷ്ടമില്ലെങ്കിൽ അതൊക്കെ റാഗിങ്ങിൻ്റെ പരിധിയിൽ വരും. ഉദാഹരണത്തിന് വെർബൽ റാഗിങ്, അതായത് അധിക്ഷേപകരമായ ഭാഷ ഉപയോഗിക്കുക, പാടാൻ അറിയാത്തവനെ കൊണ്ട് പാട്ട് പാടിക്കുക, ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുക. ഇതൊക്കെ നിർദോഷകരമാണെന്ന് റാഗ് ചെയ്യുന്നവർക്ക് തോന്നാം. എന്നാൽ ഇതൊന്നും നിർദോഷകരമല്ലെന്നാണ് നിയമം പറയുന്നത്. ഇനി മറ്റൊന്നുണ്ട്, സൈക്കോളജിക്കൽ റാഗിങ്. അതായത് അസാധ്യമായ ജോലികൾ നൽകി വൈകാരികമായ തകർച്ചകളിലേക്ക് ഇരകളെ തള്ളിവിടുക. അതുവഴി സമ്മർദ്ദം, ഉത്കണ്ഠ അല്ലെങ്കിൽ ഒറ്റപ്പെടൽ, അപമാനിക്കൽ എന്നിവയിലേക്ക് നയിക്കുക. ഇതൊക്കെ മാനസിക പീഡനത്തിൻ്റെ ഗണത്തിൽപ്പെട്ടതാണ് കേട്ടോ. മാനസിക മാത്രമല്ല, ശാരീരിക പീഡനവും അക്ഷന്തിവ്യമായ കുറ്റം തന്നെയാണ്. അതായത് അതിന് ഫിസിക്കൽ റാഗിങ് എന്നാണ് പറയുന്നത്. പുഷപ്പ് പിടിപ്പിക്കുക, മണിക്കൂറുകളോളം വെയിലത്ത് നിർത്തുക, സാങ്കല്പിക കസേരകളിൽ ഇരുത്തുക, പെരുവിരലിൽ നടത്തിക്കുക, മുട്ടുകാലിൽ ഇഴഞ്ഞു വരാൻ പറയുക, തലകുത്തി നിർത്തിക്കുക, ദേഹത്ത് മുറിവുണ്ടാക്കുക തുടങ്ങിയവയാണ് ഫിസിക്കൽ റാഗിങ്. മേൽപ്പറഞ്ഞതിനേക്കാൾ കുറ്റകരമാണ് സെക്സ് റാഗിങ്. അതായത് വസ്ത്രം ഊരി മാറ്റുക, നഗ്നത പ്രകടിപ്പിക്കാൻ നിർബന്ധിക്കുക, ലൈംഗിക അവയവങ്ങളിൽ അതിക്രമം കാട്ടുക. ഇതൊക്കെയാണ് സെക്സ് റാഗിങ്ങിൽ പെടുന്നത്. വലിയ പാരമ്പര്യം അവകാശപ്പെടാനില്ലെങ്കിലും അടുത്ത കാലത്തായി രൂപം കൊണ്ടതാണ് സൈബർ റാഗിങ്. പണ്ടൊക്കെ 4 ചുവരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങിയിരുന്ന റാഗിങ്ങിൻ്റെ ദൃശ്യങ്ങൾ വൈറലാക്കുക, അതായത് ഓൺലൈനായി പ്രചരിപ്പിച്ച് ഇരയെ ഇഞ്ചിഞ്ചായി തകർക്കുക. നോക്കൂ, അങ്ങനെ ഏതൊക്കെ തരത്തിലാണ് ഇരകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. തുടക്കത്തിൽ മൃദുവായി തുടങ്ങുന്ന, അതായത് ലളിതമായ ജോലികൾ ചെയ്യാനോ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനോ ഒക്കെ ആവശ്യപ്പെടും. നിർദോഷമെന്ന് തോന്നുന്ന ഈ പരിപാടി മെല്ലെ മെല്ലെ കനക്കും. അപമാനകരമായ, അധിക്ഷേപകരമായ, അക്രമാസക്തമായ കാര്യങ്ങളിലേക്കാണ് അടുത്ത ഘട്ടം കടക്കുന്നത്. മുതിർന്നവരെ ധിക്കരിക്കാനുള്ള ഭയം കാരണം ജൂനിയർമാർ ഒക്കെ അനുസരിക്കുന്നു. അങ്ങേയറ്റത്തെ സന്ദർഭങ്ങളിൽ ശാരീരികമായ അക്രമമോ ലൈംഗിക പീഡനമോ അല്ലെങ്കിൽ കടുത്ത മാനസിക പീഡനമോ നടക്കുന്നിടത്താണ് റാഗിങ് അപകടകരമായ തലത്തിലെത്തുന്നത്. അതുകൊണ്ട് ഈ മേഖലകളിൽ നല്ല അവഗാഹമുള്ളവരെ കൊണ്ട് ബോധവൽക്കരണ ക്ലാസുകൾ നടത്തണം. റാഗിങ്ങുമായി ബന്ധപ്പെട്ട ശിക്ഷാവിധികളെക്കുറിച്ച് സവിസ്താരം പറഞ്ഞു മനസ്സിലാക്കിക്കണം. കുറ്റം ആവർത്തിക്കുന്നവരെ മനഃശാസ്ത്ര വിദഗ്ധരെ കാണിച്ച് അവബോധമോ വേണമെങ്കിൽ ചികിത്സയോ കൊടുക്കണം. കലാലയങ്ങളിൽ ജൂനിയർ സീനിയർമാർക്കിടയിലെ ബന്ധം ഊഷ്മളമാക്കണം. അവർക്കിടയിൽ ഗീവ് ആൻഡ് ടേക്ക് പോളിസി, അതായത് പരസ്പരം ബഹുമാനിക്കുവാനും സ്നേഹിക്കുവാനും തക്കവണ്ണമുള്ള മാനസികമായ വളർച്ച ഉണ്ടാക്കണം. അതിനായി അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സജീവമായ ഇടപെടലുകൾ അനിവാര്യമാണ്. കുട്ടിയെ കോളേജിൽ ചേർത്തിട്ട് ദയവ് ചെയ്ത് രക്ഷിതാക്കൾ ആ വഴിക്ക് അങ്ങ് പോകരുത്. കോളേജിലായാലും ഇനി ഹോസ്റ്റലിലായാലും ഇടയ്ക്കിടെ മക്കളുടെ കാര്യങ്ങൾ അന്വേഷിക്കണം. അവൻ ഹാപ്പിയാണോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട, അവൻ്റെ മുഖത്തൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മാത്രം മതി, നിങ്ങൾക്ക് മനസ്സിലാകും. പിന്നെ ചിലർക്കൊരു ധാരണയുണ്ട്, റാഗിങ് കലാലയങ്ങളിൽ പരമ്പരാഗതമായി നിലനിൽക്കുന്ന ഒരു ആചാരമാണെന്ന്. അത് ജാമ്പവാന്റെ കാലത്ത് തുടങ്ങിയതാണെന്നും ഇനി കൽപ്പാന്ത കാലത്തോളം പോകണമെന്നും ഒക്കെ വിചാരിക്കുന്ന ചേട്ടന്മാരാണ് അവർ. അത് വേണ്ട, അതൊരു ട്രഡീഷൻ ആണെങ്കിൽ അത് അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. പുതുതായി വരുന്ന കുട്ടികളെ നിങ്ങൾക്ക് സ്വാഗതം ചെയ്യാം, പരസ്പരം പരിചയപ്പെടാം. എല്ലാത്തിനും വ്യവസ്ഥാപിത മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങൾ അവലംബിക്കുക. എല്ലാം ആരോഗ്യകരമായിരിക്കണമെന്നേ ഉള്ളൂ. അത് കലാലയത്തിലായാലും ഹോസ്റ്റലായാലും. പക്ഷേ എത്ര അവബോധമുണ്ടാക്കിയാലും നിയമത്തിൻ്റെ കാർക്കശ്യം ബോധ്യപ്പെടുത്തിയാലും ശിക്ഷയുടെ സങ്കീർണത പറഞ്ഞ് മനസ്സിലാക്കിയാലും എന്നെ തല്ലല്ലേ അമ്മാവാ, ഞാൻ നന്നാവൂല എന്ന അവസ്ഥയാണ് സീനിയേഴ്സിനുള്ളത്. ഒരുപക്ഷെ മയക്കുമരുന്നുകളുടെ സ്വാധീനമായിരിക്കാം അതിന് കാരണം. എന്തായാലും തങ്ങൾ ചെയ്തു കൂട്ടുന്ന മനുഷ്യത്വരഹിതമായ കാടൻ റാഗിങ് ഐറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം അരക്കിറുക്കത്തിൽ അല്ലെങ്കിൽ അരമയക്കത്തിൽ കഴിയുന്ന ഇവർക്ക് ഉണ്ടാകില്ല എന്നതാണ് വാസ്തവം. പൂച്ചയ്ക്ക് ആര് മണികെട്ടുമെന്ന് ചോദിക്കും പോലെ ആർക്കായതിന് ഒരു അറുതി വരുത്താനാകുക എന്ന് ചോദിച്ചുകൊണ്ട് പരസ്പരം കൈമലർത്തുകയല്ല വേണ്ടത്. കൗൺസിലിങ്ങും ബോധവൽക്കരണ പരിപാടികളും ഒക്കെ നടക്കട്ടെ. പിടിക്കപ്പെട്ടവരെ മാതൃകാപരമായി സമയബന്ധിതമായി ശിക്ഷിക്കണം. കുറ്റവാളിയാണെങ്കിൽ അവന് ഏതൊരുവിധ ഇളവുകളും കൊടുക്കാൻ പാടില്ല. ഇക്കാര്യത്തിൽ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ആത്മവിചിന്തനം നടത്തേണ്ടതുണ്ട്. ഒരു കുറ്റവാളിക്കും രാഷ്ട്രീയ അഭയം കൊടുക്കരുത്. കുറ്റകൃത്യങ്ങൾക്ക് രാഷ്ട്രീയത്തിൻ്റെ കവചമുണ്ടാകില്ലെന്ന് വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കണം. അക്കാദമിക, സാഹിത്യ, സാംസ്കാരിക, കായിക വിഭവങ്ങളുടെ വിളനിലമാണ് ക്യാമ്പസുകൾ. അവിടെ ആരുടെയും കണ്ണീര് വീഴാൻ പാടില്ല, രക്തം പൊടിയാനും പാടില്ല. കാരണം നമ്മളൊക്കെ പരിഷ്കൃത ലോകത്തിൻ്റെ വക്താക്കളാണ്.
പഴയൊരു സിനിമാ കാര്യം പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കാം. റാഗിംഗ് ചെയ്യാൻ വെമ്പി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സിനിമയൊന്ന് കാണണം. യൗവനത്തിളപ്പിൽ പറ്റിപ്പോയ ഒരു അബദ്ധം ജീവിതം മുഴുവൻ വേട്ടയാടുന്ന ഒരു യുവ ഡോക്ടറുടെ നീറുന്ന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന MT ഹരിഹരൻ ടീമിൻ്റെ സിനിമയാണ് അമൃതംഗമയ. റാഗ് ചെയ്യുന്ന ഹരിദാസൻ എന്ന മോഹൻലാലും അതിന് വിധേയപ്പെട്ട കാലത്തിൽ മരണപ്പെടുന്ന വിനീതും. സിനിമ കണ്ടിറങ്ങുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ ഈ രണ്ട് കഥാപാത്രങ്ങൾ മാറി മാറി തെളിഞ്ഞുകൊണ്ടിരിക്കും. പ്രായച്ചിത്തങ്ങളിലൂടെ പരിഹരിക്കാൻ കഴിയുന്നതല്ല പാപം എന്ന തിരിച്ചറിവാണ് നിസ്സഹായനായ ഹരിദാസ്, അതായത് മോഹൻലാൽ, സിനിമയിലൂടെ നൽകുന്നത്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.